നമ്മുടെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നല്ലൊരു തോരൻ ഉണ്ടാക്കാം. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം ഇങ്ങനെ വെറുതെ വരുന്ന സമയത്ത് എന്തായാലും കുറച്ചായി നമ്മൾ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ പിന്നെ വീഡിയോ ചെയ്താക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഒത്തിരി സംസാരിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മളിവിടെ 3 വലിയ ഉരുളക്കിഴങ്ങാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ നമ്മൾ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ 2 സവാള നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ 4 പച്ചമുളകും ഒരു 4 അല്ലി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഉരുളക്കിഴങ്ങ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം ഇത് നല്ലവണ്ണം നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യൂബായിട്ട് വേണമെങ്കിലും കട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ അരിയുന്നതുകൊണ്ട് കുറച്ച് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് നല്ലോണം ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ ഉരുളക്കിഴങ്ങെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഉള്ളി നമ്മളൊന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ പൊടിയായിട്ട് അരിയാന്ന് പറയുന്നത്. അപ്പം നല്ലോണം ഒന്ന് ചോപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തോരന് കുറച്ച് ടേസ്റ്റ് കിട്ടാനും പെട്ടെന്ന് ഉള്ളിയൊക്കെ വഴന്ന് കിട്ടാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇതൊന്ന് നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ പച്ചമുളക് ഒരു 4 പച്ചമുളകും കൂടെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ കട്ട് ചെയ്തിട്ട് കേട്ടോ. ചെറുതായിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ വലിയ രീതിയിലും കട്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 2 സ്പൂണോളം ഞാൻ വെളിച്ചെണ്ണ ഞാനവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ ആവശ്യത്തിന് കടുകിട്ട് പൊട്ടിക്കാം. ആ കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി ഇതും കൂടെ നമ്മൾ അരിഞ്ഞ് ചേർത്തിരിക്കുന്നത് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ, കരിഞ്ഞ് പോകാതെ. അത് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും ഇത് നേരത്തെ കാണിക്കാത്ത കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് രണ്ടും കൂടെ ഒന്നിച്ചിട്ട് കൊടുക്കുക. അതിൻ്റെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഒന്ന് ഇളക്കി വരുമ്പോഴത്തേക്കും നമ്മൾ ആ പച്ചമുളക് ഒന്ന് പൊട്ടി വരും. ആ പൊട്ടി വരുന്ന സമയത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ഉള്ളിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുക്കണ്ട. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെന്ത് കയറി വരുമ്പോഴത്തേക്കും നമ്മളൊന്ന് കൊടുത്താൽ മതി. അപ്പോഴത്തേക്കും എണ്ണയൊക്കെ ഒന്ന് ഫുള്ള് ഒന്ന് പറ്റി മൊത്തത്തിൽ ഒന്ന് വഴന്ന് വരും. അപ്പോഴത്തേക്കും നമ്മൾ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കൂടി പോകാതെ നോക്കണം. അപ്പം ഇത്രയും ആവശ്യമുള്ളൂ. അപ്പോൾ അതിനുശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വരണം. അതിനുശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം. അപ്പോൾ ഞാനത് രണ്ട് തവണ ഇളക്കിയ ശേഷമുള്ള ഇടം നമ്മൾ കാണിക്കുന്നത്. കാരണം അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നന്നായിട്ട് നമ്മൾ അധികം വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല. നമ്മൾ ആവിയിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമ്മൾ തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ അവിടെ ഒരു 1/4 മുറി തേങ്ങയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നല്ലോണം ഇളക്കി തന്നെ നമുക്ക് ആവിയിൽ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫുള്ള് മിക്സായിട്ട് വരുമ്പോഴത്തേക്കും ഒന്ന് റെഡിയായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാം. ഒരു 2 മിനിറ്റ് കേട്ടോ. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താണ്. ആ പൊടിയുടെ ആ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമ്മുടെ തോരൻ റെഡിയായിട്ടുണ്ടാവും. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് കൂടിക്കോ. അപ്പോൾ പിന്നെ പുതിയ വീഡിയോസേ കാണാം. അപ്പം കുറച്ചായി നമ്മൾ വീഡിയോ കണ്ടിന്യൂസ് ചെയ്യാതെ ഇരുന്നിട്ട്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇനി കണ്ടിന്യൂസ് വീഡിയോ ചെയ്യും. അപ്പം എല്ലാവരും കൊടുത്തു കേട്ടോ.